ശരി, ഒരു പ്രധാനപ്പെട്ട തീരുമാനം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഇവിടെ വന്നത്. ഇന്ന് പാർട്ടി സംസ്ഥാന കമ്മിറ്റി കൂടുന്നതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ വരാൻ പറഞ്ഞത്. ഇന്നലെ ചിന്നക്കനാലിൽ ആനയുടെ ആക്രമണത്തിൽ ഒരു സ്ത്രീ മരണപ്പെടുകയുണ്ടായി. അവർക്ക് 2 കുഞ്ഞുങ്ങളാണ്. നമുക്ക് കിട്ടിയ വിവരം വെച്ച് ഭർത്താവ് ഉപേക്ഷിച്ച് പോയിരിക്കുക. 2 കുഞ്ഞുങ്ങളും പ്രായപൂർത്തിയാകാത്ത കുഞ്ഞുങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ സർക്കാർ കൊടുക്കുന്ന കോമ്പൻസേഷൻ പോലും അവർക്കൊരു ബാങ്ക് അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ ഒക്കാത്ത ഒരു സാഹചര്യമുണ്ട്. വളരെ സങ്കീർണമായൊരു വിഷയമാണ്. ഇപ്പോൾ ആദ്യം 5 ലക്ഷം രൂപയാണ് കൊടുക്കുന്നത്. അത് 2 കുഞ്ഞുങ്ങളുടെ പേരിൽ 2.5 ലക്ഷം രൂപ വെച്ച് അത് FD ഇടുന്ന ഒരു സാഹചര്യം, ഒരു അക്കൗണ്ട് പ്രത്യേകം സൃഷ്ടിച്ചുകൊണ്ട് ഇതുണ്ട്. പക്ഷെ അതിൽ പോലും അവർക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ ഒക്കത്തില്ലല്ലോ. അതുകൊണ്ട് ഒരു കാര്യം തീരുമാനിച്ചു, ആ കുഞ്ഞുങ്ങളുടെ ഉത്തരവാദിത്വം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഏറ്റെടുക്കുന്നു. ഈ 2 കുഞ്ഞുങ്ങൾക്കും 18 വയസ്സാകുന്നിടം വരെയുള്ള അവരുടെ വിദ്യാഭ്യാസം ഡിപ്പാർട്ട്മെൻറ്റ് ഏറ്റെടുക്കുന്നു. അവർക്ക് ആവശ്യമുള്ള ഭക്ഷ്യം, റേഷനിങ്, അത് ഡിപ്പാർട്ട്മെൻറ്റ് കൊടുക്കുന്നതായിരിക്കും. അവർക്ക് ആ കുടുംബത്തിന് എല്ലാ മാസവും 5000 രൂപ ആ കുട്ടികളുടെ മറ്റ് ചെലവിന് വേണ്ടി നമ്മൾ കൊടുക്കുന്നതാണ്. ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥരെല്ലാം കൂടെ സമാഹരിച്ചുകൊണ്ട്, പൊതുസമൂഹമായിട്ട് സമാഹരിച്ചുകൊണ്ട് കിട്ടുന്ന തുക, ഒരു അക്കൗണ്ട്, പ്രധാനമന്ത്രിയുടെ അങ്ങനത്തെ ഒരു അക്കൗണ്ട് ഉണ്ട്, PM സുകന്യ സമൃദ്ധി യോജന എന്ന് പറഞ്ഞ അക്കൗണ്ട്, ഇത് അവരുടെ ആ കുട്ടികൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുന്നതാണ്. ഇതുകൂടാതെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നൊരു മെൻറ്റർ, ആ കുട്ടിക്ക് ഇനിയിപ്പോൾ അമ്മയില്ല, അച്ഛൻ ഉപേക്ഷിച്ചു പോയി, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരു ഉദ്യോഗസ്ഥനെ ഒരു മെൻറ്ററായി വെക്കും. ആ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിച്ച് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു തീരുമാനമാണ് പറഞ്ഞത്. ഇതൊന്നും പരിഹാരമല്ലെങ്കിലും ഒരു പുതിയ കാൽവയ്പ് എന്നുള്ള നിലയിൽ. അതുപോലെ വിമൻ ആൻഡ് ചൈൽഡ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടല്ലോ, അവരുമായിട്ടും ചർച്ച ചെയ്ത് മറ്റെന്തെങ്കിലും ഫെസിലിറ്റി എക്സ്റ്റെൻഡ് ചെയ്യാൻ ഒക്കുന്നോ എന്നുള്ളത് ചർച്ച ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഒരു പുതിയ മോഡൽ നമ്മളിവിടെ തുടങ്ങിയിരിക്കുകയാണ്, സംരക്ഷണത്തിൻ്റെ ഒരു മോഡൽ. തീർച്ചയായിട്ടും ഇതൊരു പ്രത്യേക കേസാണല്ലോ. ഇപ്പോൾ നമ്മൾ 5 ലക്ഷം രൂപ പകുതി ഈ കുഞ്ഞുങ്ങളുടെ പേരിൽ ഇടുന്നുണ്ട്. നമുക്ക് കിട്ടുന്ന വിവരം വെച്ചൊരു അമ്മൂമ്മയുണ്ട്. പക്ഷേ നാളെ ലീഗൽ ഹെയർഷിപ്പ് ഈ കുഞ്ഞുങ്ങൾക്ക് കിട്ടാൻ ഏറെ കടമ്പകളുണ്ട്. അച്ഛൻ ഉപേക്ഷിച്ച് പോയതാണ്, ഇനി മറ്റു ബന്ധുക്കളുണ്ടോ, അമ്മ മരിച്ചു കഴിഞ്ഞാൽ നിയമപരമായിട്ടുള്ളത്. എന്നാലും നമുക്ക് ആ കുഞ്ഞുങ്ങളെ അതിനുവേണ്ടി അതിൻ്റെ വഴിയാധാരമാക്കാൻ ഇതിൻ്റെ സാങ്കേതിക അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള നൂലാമാലകളിൽപ്പെട്ട് വഴിയാധാരമാക്കുന്നതല്ല, അതിൻ്റെ ഉത്തരവാദിത്വം സംരക്ഷണം ഡിപ്പാർട്ട്മെൻറ്റ് ഏറ്റെടുക്കുന്നു എന്നൊരു സന്ദേശം തന്നെയാണ് കൊടുക്കുന്നത്. ഈ പല മേഖലകളിലും വന്യജീവി ആക്രമണം റിപ്പോർട്ട് ചെയ്തൊരു പശ്ചാത്തലമുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ സർക്കാർ ഈ കേന്ദ്ര വനം നിയമത്തിലെ ഭേദഗതിയുമായി ബന്ധപ്പെട്ട അങ്ങനെയുള്ള കാര്യങ്ങളിൽ തുടർന്ന് ഇടപെടൽ നടത്തുമോ? എങ്ങനെയാണ് സർക്കാരിൻ്റെ തീരുമാനം? തീർച്ചയായിട്ടും അടുത്ത മാസം 9-ാം തീയതി ഒരു ടോട്ടൽ പ്രോജക്റ്റ് തയ്യാറാക്കിയിട്ട് ഡൽഹിക്ക് പോവുകയാണ്. കേന്ദ്ര വനമന്ത്രിയെയും ആവശ്യമെങ്കിൽ പ്രധാനമന്ത്രിയെ കാണാൻ പറ്റുകയാണെങ്കിൽ അതടക്കം. അന്നേരം ഇവിടുത്തെ യാഥാർത്ഥ്യങ്ങൾ അവർക്കൂടെ ബോധ്യപ്പെടുന്ന ഒരു പ്രസൻറ്റേഷനോടുകൂടി തന്നെയാണ് ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. ഒരു കാര്യം ഞാൻ പറയാം, ഇപ്പോൾ ഈ വനത്തിൽ നിന്ന് ആനയോ മറ്റു മൃഗങ്ങളോ ഇടയ്ക്ക് സോളാർ വേലി മുറിച്ച് വരുന്നതല്ല കേരളത്തിൽ കണ്ടുകൊണ്ട്. കുറേ നാളുകളായിട്ട് ജനവാസ കേന്ദ്രങ്ങളിൽ തന്നെ ഇത് സ്ഥിതി ചെയ്യുന്നതാണ്. ഈ വനത്തിൽ നിന്ന് ഇറങ്ങി വരുന്നതല്ല, ഇവിടെ തന്നെയൊക്കെ ഉണ്ട്, മനുഷ്യരുടെ ഇടയിൽ തന്നെ ഉണ്ട്. അതാണ് ഞാൻ ആദ്യം പോലെ പറഞ്ഞത്, ഏത് സമയത്തും അപകടം എവിടെയും പതിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിലുള്ളത്. അതീവ ഗുരുതരമായ സാഹചര്യം തന്നെയാണ്. അതുകൊണ്ട് നമ്മളിപ്പോൾ ഇന്നലെ ചിന്നക്കനാലിൽ നടന്നത്, എനിക്ക് കിട്ടിയ റിപ്പോർട്ട് രാവിലെ തന്നെ അലേർട്ട് പോയി, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അലേർട്ട് പോയി. ചിന്നക്കനാലിലെ വിഷയം രൂക്ഷമായിട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പോലും പല നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്, ഇന്നൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അവർ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവിടെ ഉള്ള ഒരു RRT
റോഡിൻ്റെ ഒരു സൈഡിൽ 6 ആനയുണ്ടായിരുന്നു. അതിനെ ഓടിക്കുന്ന കാര്യത്തിൽ നിയന്ത്രണവുമായി നിന്നപ്പോഴാണ് റോഡിൻ്റെ മറുവശത്ത് 2 എണ്ണം ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് ഇന്നലത്തെ അപകടം ഉണ്ടായത്. അന്നേരം അതാണ് ഞാൻ പറഞ്ഞത്, അതെല്ലാം ജനവാസ മേഖലയിൽ തന്നെയാണ്. പല കാലഘട്ടത്തിലും നടത്തിയിട്ടുള്ള അശാസ്ത്രീയമായ പുനരധിവാസ പ്രവർത്തനങ്ങൾ അടക്കം ഇതിൻ്റെ രൂക്ഷത കൂട്ടുന്നുണ്ട്. അന്നേരം പെട്ടെന്നൊരു പരിഹാരം എന്നുള്ളത് അല്ല, ഇതിന് ലോങ് ടേം ആയിട്ട് ഇത് പരിഹരിച്ചേ പറ്റൂ എന്നുള്ള നിലയിൽ തന്നെയാണ് ഡിപ്പാർട്ട്മെൻറ്റ് പോകുന്നത്. ഓരോരുത്തർക്കും അന്നേരം ഇപ്പോൾ ഒരു സിറ്റുവേഷന് വേണ്ടി റിയാക്ട് ചെയ്യുവാണ്. ഇപ്പോൾ അതിരമ്പള്ളിയിൽ ഒരു സിറ്റുവേഷനായി, ആനയെ ഓടിക്കാനുള്ള ഇത് കാര്യം ചെയ്തു, 8 ആനയെ ഓടിച്ചു, 4 എണ്ണം മിനിഞ്ഞാന്ന് തിരിച്ചു വന്നു. എങ്കിലും 30 മീറ്റർ നീളത്തിലായിരുന്നു ഇതിൻ്റെ പ്രശ്നമെങ്കിൽ എനിക്ക് ഇന്നലെ കിട്ടിയ റിപ്പോർട്ട് വെച്ച് അത് 10 മീറ്ററായി ചുരുക്കിയിട്ടുണ്ട്. 10 കിലോമീറ്റർ 30 മീറ്റർ അല്ല 10 കിലോമീറ്ററിലേക്ക് അത് ചുരുക്കിയിട്ടുണ്ട്. പുതിയ ബ്രീച്ച് ഉണ്ടാകുന്നില്ല. അവിടെ തന്നെയുള്ള ആനകളാണ്. 18ഓളം ആനകൾ ഈ ജനവാസ മേഖലയിൽ ഉണ്ടെന്നാണ് ഇപ്പോഴത്തെ കണക്ക് വന്നിരിക്കുന്നത്. അന്നേരം ഓരോന്നിനും ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അതിന് റിയാക്ട് ചെയ്യുന്നതാണ്. പക്ഷേ ഇൻ ഫ്യൂച്ചർ ഒരു പ്ലാൻ തയ്യാറാക്കി ഇത് പ്രതിരോധം ഫലപ്രദമായി സൃഷ്ടിക്കുന്നതിലേക്കാണ് നീങ്ങാൻ ആഗ്രഹിക്കുന്നത്.